ഞാൻ കൊതിച്ചുപോയി. അവിടുത്തെ അസംബ്ലിയിൽ ഒരു രക്ഷിക്കപ്പെട്ടവനുണ്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവരെ ഉദ്ധരിക്കുമായിരുന്നല്ലോ. ഒരു വാക്ക് പറയാൻ നമുക്ക് വേണ്ടി ആരുമില്ല. കേരളത്തിലെ ആളുകൾക്ക് വല്ലതും മനസ്സിലാകുമോ പറഞ്ഞ? വല്ലതും മനസ്സിലാകുമോ പറഞ്ഞ? ബീഹാറിൽ 16 പേരെ വെറുതെ കസ്റ്റഡിയിലെടുത്തു. ഞാൻ പോയി കണ്ടയാളായി പറയുന്നേ. ഒരു കാരണവുമില്ല, FIR-ഉം ഇല്ല, ഇട്ട് പീഡിപ്പിക്കുക. ആരോ ഒരു നമ്പർ കൊടുത്തു അവിടുത്തെ മിഷണറി ഡോക്ടർ എബിക്ക്. ഈ SP-യുടെ നമ്പറിൽ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ച വഴി അയാൾ പ്രൈസ് ദി ലോർഡ് എന്നാ പറഞ്ഞത്. സാറേ, ഇന്ന സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അദ്ദേഹം ചോദിച്ചു, FIR ആയോ? ഇല്ല. ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം നേരിട്ട് അവിടെ വന്നു. സ്റ്റേഷൻ ഇൻചാർജിനോട് ചോദിച്ചു, ഇവരുടെ കുറ്റം പറയാൻ പറഞ്ഞു. ഇവരുടെ കേസ് എന്താ? FIR കാണിക്കാൻ പറഞ്ഞു. ഒന്നുമില്ല. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ജീപ്പേരെ അവരെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. എന്തുകൊണ്ടാ? IPS ഉള്ള ഒരു വിശ്വാസി ആ ജില്ലയിൽ ഉണ്ടായിരുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിലാകുമോ നമ്മുടെ ആളുകൾക്ക്? ഈ രാഷ്ട്രീയം കളിക്കാനല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയാണോ ഉദ്യോഗം മുഴുവനും? ഫീൽഡിൽ ആര് പോണു? വേദനയോടെ പറയുക, നമ്മുടെ പിള്ളേർ എവിടെയെങ്കിലുമൊക്കെ 1-2 നിലകളിൽ എത്തണം. ഇന്ത്യയിൽ ഈ സഭ നിലനിൽക്കണമെങ്കിൽ. കർത്താവ് നാളെ വരികയാണെങ്കിൽ ഒരു വിഷയമില്ല. 100 കൊല്ലം മുമ്പ് നാളെ വരുമെന്ന് നമ്മൾ പറഞ്ഞതാ, വന്നില്ല. അതുകൊണ്ടാണ് ഹോളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത്. ഈ സഭ നിലനിൽക്കണ്ടേ? ആലയത്തിനകത്തോട്ട് കയറി അടിക്കുക, നമ്മൾ തിരിച്ചടിക്കുകയല്ലോ. ക്യൂ നിന്ന് വെയിൽ കൊണ്ട് വോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ ഒരാളോടൊന്ന് വിളിച്ചു പറയാൻ വേണം എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കൊറിയൻ പാർലമെന്റിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 20-ലധികം വിശ്വാസികളുണ്ട്. പാസ്റ്റർ പോൾ യോങ്ങിച്ചോയെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. എന്തേ ഇതൊന്നും ഇന്ത്യ നടക്കത്തില്ലേ? ദാനിയേലായിരുന്നല്ലോ ബാബിലോണിന്റെ അഡ്വൈസർ. നമ്മുടെ പിള്ളേരാകുന്നുണ്ടോ? പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറി ബോർഡിൽ ഒരു ബന്ധുക്കോസുകാരനുണ്ടെങ്കിലോ? പക്ഷെ നമ്മൾ ആ ലെവലിൽ ചിന്തിച്ചില്ല. നമ്മുടെ പിള്ളേരെ IPS-നും IAS-നും വിട്ടില്ല. ഈ ബുദ്ധിയൊക്കെ മതി അതും പാസ്സാകാൻ. എഞ്ചിനീയറിംഗ് പാസ്സാകുമെങ്കിൽ, MBBS പാസ്സാകുമെങ്കിൽ അതും പാസ്സാകാം. ഇച്ചിരൂടെ മാറി ചിന്തിക്കണം, ഇച്ചിരൂടെ പവർഫുൾ ആയിട്ട് ചിന്തിക്കണം, ഇച്ചിരൂടെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ത്യൻ സഭ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. 100 കണക്കിന് പേര് പീഡനം അനുഭവിക്കുന്നു, തല്ലുകൊള്ളുന്നു, ആലയങ്ങൾ പൊളിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുക. ഞാൻ എങ്ങനെയാ ഇന്നുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയോ? നാളെ ഒരു യോഗം ഇല്ല, നാളെ ഒരു അവസരം ഉണ്ടേലല്ലേ ഉള്ളൂ. കാലെ കുത്തി നിന്നിട്ട് വേണ്ടേ ഒച്ച വെക്കാൻ? ജീവൻ ഉണ്ടേലല്ലേ പറ്റുള്ളൂ. ഈ ഒരൊറ്റ പ്രസംഗമേ ഉള്ളെങ്കിൽ അതെന്റെ ദൈവത്തിന് പ്രസാദമായിരിക്കണം. ഹല്ലേലൂയ. ഇനി ഞാൻ പറയുമ്പോ സങ്കടത്തോടെ പറയുക, എന്നെ ഉപദേശിച്ചയാള് എന്നേ പ്രസംഗം നിർത്തി. ഒരു പണിയില്ല. ഇപ്പൊ ഞാനൊന്നും ബാക്കി വെച്ചില്ല. ഞാൻ ആരാധിക്കാൻ അവസരം കിട്ടിയാൽ മുഴുശക്തിയോടെ ആരാധിക്കും. ഹല്ലേലൂയ. പ്രസംഗിക്കുകയാണെങ്കിൽ DL മോഡി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്നലെ മരിച്ചു, ഇന്ന് ഉയർത്തു, നാളെ മടങ്ങി വരും. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ അളവറ്റ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും
നാം ഇവരോടും കൂടെ ഈ നിമിഷം വരെയും ഉണ്ടായിരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ സാധാരണ യോഗം തീരുമ്പോൾ ആശീർവാദം പറയും. ചിലരത് ശ്രദ്ധിക്കുന്നില്ല, ചിലരത് വേഗത്തിൽ പറഞ്ഞു വിടും. പക്ഷെ അതിനകത്ത് നമ്മുടെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ അടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ അടങ്ങിയിട്ടുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഇന്നലെ രാത്രി യോഗം കഴിഞ്ഞപ്പോൾ അഭിഷിക്തൻ പറഞ്ഞു. അത് ഈ നിമിഷം വരെയും ഉണ്ടായിരുന്നതിനാൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ ധ്യാനിച്ചു. നിങ്ങൾ പവർ വിഷൻ ശ്രദ്ധിക്കുന്നവരാണല്ലോ. എനിക്ക് എല്ലാ ദിവസവും ഒരു മെസ്സേജ് പവർ വിഷനിലൂടെ പറയാൻ ദൈവം ഇന്ന് വരെയും കൃപ തന്നുകൊണ്ടിരിക്കുന്നു. പറഞ്ഞതൊന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല. സഭായോഗത്തിന് ചിലപ്പോൾ മുടക്കം വന്നിട്ടുണ്ട്, പവർ വിഷനിലെ സഭായോഗത്തിന്. പക്ഷെ ഇത് മുടക്കത്തില്ല. ഞാൻ വിദേശത്തേക്ക് എങ്ങാനും പോയാൽ ഞാൻ അതും കൂടെ കവർ ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടേ പോവുകയുള്ളൂ. കാരണം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് വചനപ്രഭാതം എന്ന് പറഞ്ഞാൽ വചനത്തോടുകൂടെ ആരംഭിക്കുന്ന പ്രഭാതം. ഞാനത് മറ്റുള്ളവർക്ക് വേണ്ടി അല്ല, എനിക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ 20-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ അതിൻ്റെ 7-ാം വാക്യം ധ്യാനിച്ചു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ അചഞ്ചല സ്നേഹം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത് ദാവീദിന്റെ കീർത്തനം എന്നാണ്. ദാവീദിന് വേണ്ടിയുള്ള കീർത്തനമെന്നാക്കേണ്ടതാണ്. ആക്കാത്ത എന്താണെന്ന് വെച്ചാൽ ദാവീദ് എഴുതിയതായിരിക്കാം, കവിയാണല്ലോ, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അവരുടെ കൊയർ രാജാവിന് വേണ്ടി പാടിയ 2 പാട്ടാണ് 20ഉം 21. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ, ഞാനെന്നല്ല, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ഇത് അല്ല ഇന്ന് രാത്രിയിലെ സന്ദേശമെങ്കിലും ഇതിൽ നിന്ന് തുടങ്ങാം. ഇതൊരു മുഖവുരയാണ്. ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, ലീഡേഴ്സിനെ ബ്ലസ് ചെയ്യണം. പുകഴ്ത്തുകയൊന്നും വേണ്ട, പക്ഷെ പ്രാർത്ഥിക്കണം, അവരെ ബ്ലസ് ചെയ്യണം. സഭ പറയുകയാണ്, ജനം പറയുകയാണ്, യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ ആദരങ്ങളുടെ യാചന നിഷേധിച്ചില്ല. ഇതെല്ലാം രാജാവിനെ പറ്റിയുള്ള അവരുടെ ബോധ്യങ്ങളാണ്. ഞങ്ങളുടെ രാജാവ് സ്വന്തം ബലത്തിൽ സന്തോഷിക്കുന്ന ആളല്ലെന്ന് ഞങ്ങൾക്കറിയാം. നമ്മുടെ പാസ്റ്റർ ദൈവത്തിൽ മാത്രം സന്തോഷിക്കുന്ന ആളാണെന്ന് നമുക്കറിയാമല്ലേ. നമ്മൾ പറയണം, അത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. എന്നൊരു ദുഃഖകരമായ വാർത്ത ഇപ്പൊ കേട്ടു. എൻ്റെ സഹശുശ്രൂഷകൻ ബൈജു, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ, വെടിയേറ്റ് മരിച്ചു. ഇച്ചിടെ കഴിയുമ്പോൾ ക്ലിയർ വാർത്തകൾ നിങ്ങൾക്കെല്ലാം കിട്ടും.
നമുക്ക് വാങ്ങാൻ കിട്ടാവുന്നതിൽ ഏറ്റവും വില കൂടിയ വാഹനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ട്. അതിനകത്ത് ടൊയോട്ടയൊക്കെ ഏറ്റവും വില കുറഞ്ഞതാണ്. കോടി കോടി രൂപ വില വരുന്ന ഫ്ലാറ്റുകളുടെ നിർമ്മാണമാണ് ജോലി. വേറെയും പല ബിസിനസ്സുകളിൽ നമ്പർ 1 ആണ്. സ്വന്തം തോക്കിന്റെ വെടിയാണെന്നാണ് വാർത്ത. അങ്ങനെ വരുമ്പോൾ ആത്മഹത്യയാണെന്ന് വരും. സ്ഥിരീകരിക്കപ്പെടാത്ത കാര്യമായതുകൊണ്ട് ഞാനത് ഇപ്പൊ പറയുന്നില്ല. എങ്കിലും വാർത്ത വന്നിട്ടുണ്ട്. വിശദ വിവരം നാളെ കേൾക്കാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗമധ്യേ മറ്റൊരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കഫേ കോഫി ഡേയുടെ സ്ഥാപകൻ സിദ്ധാർത്ഥ് കർണാടകത്തിൽ നിന്ന് കാർ ഓടിച്ചു വരുമ്പോൾ ഒരു നീളമുള്ള പാലത്തിൽ കയറിയപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, എനിക്കൊരു അത്യാവശ്യമായ ഫോൺ കോൾ ഉണ്ട്, നീ അക്കരെ പോയി നിന്നോ, പാലത്തെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കോടീശ്വരൻ, ഞാൻ മറന്നുപോയി, ഒരു കാപ്പിക്ക് അന്ന് 150 രൂപയായിരുന്നു, ഇന്ന് 250 രൂപയാണ് കഫേ കോഫിയുടെ. എയർപോർട്ടിൽ മാത്രമേ കാപ്പി കിട്ടുള്ളൂ. 1500 ഔട്ട്ലെറ്റ് ഉണ്ടെന്നാണ് അന്ന് ഞാൻ വായിച്ചത്. 250 രൂപ. അപ്പൊ എത്ര ലക്ഷം കാപ്പിയാ ഒരു ദിവസം വയ്ക്കുന്നത്? സ്വന്തം തോട്ടത്തിലെ കാപ്പി കുരുവിൽ നിന്നെടുക്കുന്ന കാപ്പിപ്പൊടിയാ. ഇതൊക്കെ പറയാൻ എളുപ്പ അല്ലേ? യൗവനക്കാരനായ മനുഷ്യൻ, യൗവനം എന്ന് പറഞ്ഞാൽ 60 വയസ്സിൽ താഴെയുള്ളവരെല്ലാം യൗവനക്കാരല്ലേ? അതും ഇപ്പം മാറ്റിയിട്ടുണ്ടെന്നാ കേട്ടെ. 70 താഴെ എല്ലാം യൗവനക്കാരാ. കാരണം എനിക്ക് 60 കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ വാർത്തയിലും കണ്ടു, ഇവിടുത്തെ പല കാര്യങ്ങളിലും പ്രായം ഉയർത്തണം, കാരണം മനുഷ്യന്റെ ആയുസ് കൂടി തുടങ്ങി. ഇപ്പം മിക്കവാറും എല്ലാവരും 100 വരെ പോകുന്നുണ്ട്. പോട്ടെ, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകരുത്. സിദ്ധാർത്ഥ് 1 മണിക്കൂറോളം ഫോൺ വിളിച്ചിട്ട് കാണാഞ്ഞിട്ട് ഡ്രൈവർ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ മുതലാളിയെ കാണുന്നില്ല. 3 ദിവസത്തെ തിരച്ചിലിന് ശേഷം പുഴയിൽ നിന്ന് കിട്ടി. ആ പാലത്തെ നിർത്തിയത് വെള്ളത്തിലോട്ട് ചാടാനാ. എന്തേ കോടീശ്വരന്മാര് പെട്ടെന്ന് മരിക്കുന്നേ? ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ ആര് പറയൂ? പണം ആരെയും ബലപ്പെടുത്തുന്നില്ല. പണം ആർക്കും ധൈര്യം നൽകുന്നില്ല. പണമാർക്കും ബലം നൽകുന്നില്ല. പണമാരെയും സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ പാട്ടിന്റെ വരികൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. യഹോവേ, ദാവീദ് രാജാവ് പണത്തിൽ സന്തോഷിക്കുന്നില്ല, കഴിവിൽ സന്തോഷിക്കുന്നില്ല, നിന്റെ ബലത്തിലാണ് ഞങ്ങളുടെ രാജാവ് സന്തോഷിക്കുന്നത്. ഇത് അവരുടെ വിശ്വാസികൾക്ക്, ദൈവജനങ്ങൾക്ക്, ഇസ്രായേൽ മക്കൾക്ക് അറിയായിരുന്നു. അവരുടെ കിങ്, ഇന്നത്തെ കിങ് അങ്ങനെയല്ല. ഇന്നത്തെ കിങ്ങിനെ കുറിച്ച് അങ്ങനെ പാടാൻ പറ്റുകയില്ല. ഇന്നത്തെ കിങ് ബോംബിലാണ് ആശ്രയിക്കുന്നത്. അദ്ദേഹം ഇത് കേട്ടാൽ എന്നെ ചിലപ്പോൾ വെടിവെക്കും. അത്ര സ്ട്രോങ് കരുത്തനാ പുള്ളി. അദ്ദേഹത്തിന്റെ ബലം എന്ന് പറയുന്നത് പ്ലെയിനാണ്, ബോംബാണ്, മിസൈലാണ്, മനക്കരുത്താണ്. ചുടെ കടത്തി പറഞ്ഞാൽ യുദ്ധമാ പുള്ളിയുടെ വിജയം. യുദ്ധം എന്ന് തീരുന്നോ അന്ന് പുള്ളി റിട്ടയർ ആവേണ്ടി വരും. പക്ഷെ ദാവീദിനെ നോക്കിയിട്ട് അവരുടെ വിശ്വാസികൾ പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ രാജാവിന്റെ സന്തോഷം നീയാണ്. നിങ്ങൾക്ക് നിങ്ങളെ നോക്കിയിട്ട് അങ്ങനെ പറയാമോ? നിങ്ങളുടെ മക്കളെ നോക്കിയിട്ട് അങ്ങനെ പറയാമോ? ചില ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചോദിക്കാൻ പോവാ.
നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കി അങ്ങനെ പറയുമോ? ഇപ്പൊ ഒടുവിൽ ചോദിച്ച ചോദ്യം കേൾക്കാൻ ഇവിടെ ആളുള്ളൂ, മക്കളാരും വന്നിട്ടില്ലല്ലോ. സീനിയർ സിറ്റിസൻസിന്റെ ഒരു മീറ്റിംഗ് ആണിത്. ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും നിങ്ങളെ നോക്കിയിട്ട് പറയുമോ, ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ ദൈവത്തിലാണ് സന്തോഷിക്കുന്നത്, ഞങ്ങളുടെ പപ്പായുടെ സന്തോഷം ആരാധനയാണ്, ഞങ്ങളുടെ മമ്മിയുടെ സന്തോഷം പ്രാർത്ഥനയാണ് എന്ന് പറയുമോ? പറഞ്ഞെങ്കിൽ എത്ര നല്ലതായിരുന്നു. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രക്ഷയിൽ ഞങ്ങളുടെ രാജാവ് ഏറ്റവും ഉല്ലസിക്കുന്നു എന്ന് പറഞ്ഞാൽ രക്ഷയുടെ ആ സന്തോഷം ഞങ്ങളുടെ രാജാവിന് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ജനങ്ങൾ പറയുക. നമ്മുടെ മക്കൾ നമ്മളെ നോക്കി ഞങ്ങളുടെ പപ്പായുടെ രക്ഷയുടെ സന്തോഷം 49-ലും ഇങ്ങനെ തന്നെയായിരുന്നു, 58-ൽ ഇങ്ങനെയായിരുന്നു, 1965-ൽ ഇങ്ങനെ തന്നെയായിരുന്നു, 2025-ലും രക്ഷയുടെ സന്തോഷം കുറയാത്ത ഒരു മനുഷ്യനാണ് എൻ്റെ ഡാഡി. നിങ്ങൾക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. 7-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. ജനങ്ങൾ പറയുക, ഞങ്ങളുടെ രാജാവിന്റെ ആശ്രയം പണമല്ല, പട്ടാളമല്ല, കുന്തമല്ല, വാളല്ല, ഒന്നുമല്ല. 20-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, പക്ഷെ അവർ വീഴും, പക്ഷെ ഞങ്ങൾ എഴുന്നേറ്റിരിക്കും. കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകന്റെ വേർപാടിൽ ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു. നമ്മുടെ സമൂഹത്തിലെ നല്ല ബിസിനസ്സുകാരൊക്കെ ജീവിച്ചിരിക്കട്ടെ, അവരൊക്കെ സമൂഹത്തിന് നല്ലതല്ലേ. റോയി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ സംഭവിച്ച വേർപാട് ഒരു നഷ്ടം തന്നെയല്ലേ. ബിസിനസ് ഒന്നും എല്ലാവർക്കും ചെയ്യാവുന്ന പണിയൊന്നുമല്ല. കോടികളിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ അതിനൊരു കഴിവ് വേണം. അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു പോകുന്ന സങ്കടമാണ്. എന്റെ ചോദ്യം, നിങ്ങളുടെ ആശ്രയം എവിടെയാ? നിങ്ങളുടെ ആശ്രയം എവിടെയാ? ഹല്ലേലൂയ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. കരങ്ങളടിച്ച് യേശു മതി, അസ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ആമേൻ. യേശു മതി, അസ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, അസ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഒരു നല്ല ഹല്ലേലൂയ പറയോ? പ്രസംഗം വേറെയാണെങ്കിൽ ചോദിക്കുക, എന്റെ ആശ്രയം എന്റെ കർത്താവാണെന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ മുഴുവൻ ശബ്ദത്തിലും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇസ്രായേൽ ജനം ഒന്നടങ്കം പാടുകയാ, 1000 പേരുള്ള കൊയർ പാടുക, ഞങ്ങളുടെ രാജാവിന്റെ ആശ്രയം ഞങ്ങളുടെ ദൈവമാണ്. അടുത്ത വാചകം, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. ഞാൻ ഇംഗ്ലീഷിലും മോഡേൺ ട്രാൻസ്ലേഷനിലും നോക്കിയപ്പോൾ അൺഫെയിലിംഗ് ലവ്, നിറം മങ്ങാത്ത, ക്വാളിറ്റി കുറയാത്ത ദൈവസ്നേഹം നിമിത്തം ഞങ്ങളുടെ രാജാവ്
കുലുങ്ങാതിരിക്കും. ഇംഗ്ലീഷിൽ സെക്യൂർ എന്നാ. അതിന്റെ അർത്ഥം എന്നാ അറിയോ? ദൈവസ്നേഹം തിരിച്ചറിഞ്ഞവനാണ് ഞങ്ങളുടെ രാജാവ്. ദൈവസ്നേഹം തിരിച്ചറിഞ്ഞവൻ കുലുങ്ങത്തില്ല. ഓ, റോമർ 8 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. ആ ഇവ എന്ന് പറഞ്ഞ ഏതൊക്കെയാ? കഷ്ടത, സങ്കടം, ഉപദ്രവം, നഗ്നത, പട്ടിണി, ആപത്ത്, വാള്, മരണം, ദൂതന്മാർ, ജീവൻ, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഇതിലെല്ലാം ഓവർകം ചെയ്യുന്ന ഒരു പവർ എന്റെ അകത്തുണ്ട്. അത് ദൈവം എന്നെ സ്നേഹിച്ചു എന്നതാണ്. ദൈവം എന്നെ സ്നേഹിച്ചു എന്ന ഉറപ്പ് ഒരു മനുഷ്യന് കോൺഫിഡൻസ് നൽകത്തില്ലേ? ഹല്ലേലൂയ. പക്ഷേ എനിക്കത് നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത്യുന്നതന്റെ അചഞ്ചല സ്നേഹം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കുമെന്നതാണ് ശരിയായ തർജ്ജിമ. വാക്യം 7. അത്യുന്നതന്റെ അചഞ്ചല സ്നേഹം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. ഓ, അതെങ്ങനെയാ? അതിന്റെ റിയാലിറ്റി എന്നാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പ്രായമുള്ളവർ ഒത്തിരിയുള്ള യോഗ ആയതുകൊണ്ട് കൊച്ചുമക്കളുടെ കഥ പറയാം. അപ്പോൾ രസമുണ്ടല്ലോ. എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്. അതിലൊരാള് 5 കൊല്ലം എൻ്റെ കൂടെ ആയിരുന്നു. ഞാനാണ് അവൻ്റെ മെൻറ്റർ, ഞാനാണ് അവൻ്റെ കളിക്കൂട്ടുകാരൻ, എല്ലാം. നമ്മുടെ ഈ വീടിന്റെ വരാന്തയിലോട്ട് ഒരു പഴുതാര കയറി വന്നു. അപ്പൊ ഇവൻ അതിനെ കൈകാര്യം ചെയ്യാൻ നോക്കി. ചെരുപ്പൊക്കെ എടുത്ത് അടിക്കാൻ നോക്കി, പറ്റിയില്ല. പെട്ടെന്ന് പാഞ്ഞു വന്ന് എൻ്റെ കയ്യെ പിടിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് അവന്റെ ചെരുപ്പെടുത്ത് എൻ്റെ തന്നു. കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. അവന്റെ ധൈര്യം എന്ന് പറയുന്നത് ഞാനാ. അപ്പച്ചനിതൊക്കെ നിസ്സാരമല്ലേ എന്ന് എന്നോട് ചോദിക്കുക. അതിപ്പോ പാമ്പാണേലും പട്ടിയാണേലും കൊമ്പനാനാണേലും അവന്റെ വിചാരം അപ്പച്ചൻ ഇതൊക്കെ നിസ്സാരാണ്. അപ്പച്ചനെ കൊണ്ട് അതിന് മാത്രമുള്ള കഴിവൊന്നും ഇല്ലെന്നുള്ളത് അപ്പച്ചനല്ലേ അറിയത്തുള്ളൂ. പക്ഷെ എന്റെ കർത്താവ്, he is able. Jesus Christ is the same yesterday, today and forever. അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ചിലരുടെ കുലുക്കം മാറട്ടെ. ഇന്ന് രാത്രി ചിലരുടെ കലക്കം മാറട്ടെ. ഇന്ന് രാത്രി ചിലരുടെ മടുപ്പ് മാറട്ടെ. ഇന്ന് രാത്രി ചിലരുടെ നിരാശ മാറട്ടെ. പ്രിയരെ, ഞാനൊരു ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാം, മുദ്രപത്രത്തെ എഴുതി തരാം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വേറെ ആരും സ്നേഹിക്കത്തുമില്ല. വെറുതെ പറയാവുന്നേ. ആർക്കും ആരെയും സ്നേഹിക്കാനെന്നുള്ള ആരോഗ്യമില്ല, നേരവുമില്ല. ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് 1-2 കല്യാണങ്ങൾ ഈ ദിവസങ്ങളിൽ നടന്നു. കഴിഞ്ഞ ദിവസം ഒരു പെൺകുച്ചിയുടെ കല്യാണമായിരുന്നു. ഭയങ്കര കരച്ചിലാണ്. എന്നാ കാര്യം? വല്യപ്പച്ചനെയും വല്യമ്മച്ചയെയും അപ്പനെയും അമ്മയും അനിയത്തിയെയും ആന്റിയെ ബാസയെ ഒക്കെ വിട്ടുപോകുന്നത് ഓർത്തിട്ട് കരച്ചിലാന്ന്. ഞാൻ വീട്ടിൽ പറഞ്ഞു ഇതൊക്കെ ചുമ്മാതെയാ, കെട്ടിയവനെ കണ്ടു കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും. ഇന്നലെ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പം വിളിക്കാൻ പോലും നേരമില്ല, അതുപോലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. പ്രൈസ് ദി ലോർഡ്. ലൈവ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. ഹല്ലേലൂയ. ആരുമാരെയും ഒരു പരിധിക്കുള്ളിൽ സ്നേഹിക്കത്തില്ല, വെറുതെ വാ കൊണ്ട് പറയത്തേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഉപദേശിമാരല്ലേ, ഞങ്ങളെയൊക്കെ പുകഴ്ത്തി ഇച്ചിരി ഓവറായിട്ട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന ആളാണ് എന്നെ ചുമ്മാ പറയുന്ന. നടക്കുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആരെക്കുറിച്ചും അങ്ങനെ പറയത്തില്ല. എങ്ങനെയാ? ഒത്തിരി പിതാവുണ്ടോ നമുക്ക്?
പിന്നെ ഈ പിതൃതുല്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ അത് ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്ന് അടിക്കുന്നത്. ഒരാളെ മാത്രമേ പിതൃതുല്യം സഹിക്കാൻ ഒക്കുള്ളൂ അല്ലേ? ഇദ്ദേഹം പറഞ്ഞത് എന്റെ പുസ്തകം വായിച്ചതിന്റെ ഗുണമാ പറഞ്ഞത്. എടാ, ഒരു പരിധി കൂടുതൽ ചുമ്മാ നുണ പറയാൻ പറ്റിയ സ്ഥലമല്ല ഇത്. കോശാനെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിലുള്ള അഭിഷേകത്തെ എനിക്ക് ഇഷ്ടമാണ്. ഐ റെസ്പെക്ട് ഹിം. ലോകത്തിലാരും സ്നേഹിക്കത്തില്ല അങ്ങനെ. ഈ പിള്ളേര് പറയല്ലേ ചങ്കാന്ന്, ചുമ്മാതെയാ. എന്നാൽ രാജേഷ് അലപ്പറ എഴുതി എന്റെ ചങ്കാണ് എന്നെ യേശു. അത് ഞാൻ സമ്മതിക്കാം. ചങ്കെന്ന് പറയാമെങ്കിൽ അത് യേശുവിനെ പറയാൻ പറ്റുള്ളൂ. ചങ്ക് തുറന്ന് സ്നേഹിച്ചത് അവൻ മാത്രമാണ്. അവൻ മാത്രമേ അവസാനത്തോളം സ്നേഹിക്കത്തുള്ളൂ. അവൻ മാത്രമേ ജീവൻ തന്നു സ്നേഹിച്ചിട്ടുള്ളൂ. അവനോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ ഈ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അവൻ മരണമില്ലാത്തവനാണ്. അവൻ വാക്കുമാറാത്തവനാണ്. അവൻ ആസ്ട്രേലിയയിലെ മെൽബണിലല്ല, നിന്റെ ശ്വാസത്തിന് തുല്യം അടുത്ത് അവനുണ്ട്. പലർക്കും സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിലും മെൽബണില്ല. പിന്നെ എന്നെ പറയാനുണ്ട്, ഭയങ്കര സ്നേഹ, പക്ഷെ കാലിഫോർണിയയില്ല. അമ്മയെ വിളിച്ചാൽ അമ്മേന്ന് വിളിച്ചാ വിളി എന്ന് നിർത്താത്ത നീളത്തിൽ വിളിക്കും. പക്ഷെ താമസിക്കുന്ന എവിടെയാന്നറിയോ? ന്യൂയോർക്കില്. എന്നാ പ്രയോജനം? ഇന്നലെ ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്നവൻ നിന്റെ അടുത്തുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഞാൻ മുഖവരെ പറയാനാ വന്നെങ്കിലും അതിനകത്തൊരു ദൂതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പെട്ടെന്ന് മരിച്ചുപോയ ആളുകൾ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അവർക്ക് യേശുവിനെ അറിയാതിരുന്നേ മരിക്കുമോ? പെന്തിക്കോസിലാണ് മരിക്കുമോ എന്നല്ല ഞാൻ ചോദിച്ചത്. കാരണം എനിക്ക് അങ്ങനെ പറയാൻ പറ്റാത്തൊരു കാലത്താണ് ഇപ്പം ജീവിക്കുന്നത്. എന്റെ ചോദ്യം, യേശുവിനെ ഞാൻ അറിഞ്ഞതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ മരിക്കത്തില്ല. അങ്ങനെ പറയാൻ ഒക്കത്തുള്ളൂ. സഭയുടെ പേരൊന്നും പറയാൻ എനിക്ക് പേടിയാ. സാധു കൊച്ചുഞ്ഞുപദേശി പറയുമായിരുന്നു, ഞാൻ യേശുവിനെ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ പിന്മാറിപ്പോകത്തില്ല. യേശുവിനെ കുറ്റമൊന്നും പറയരുത്. നീ അവനെ കാണേണ്ട പോലെ കണ്ടില്ല. നീ അവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. നീ അവനെ തൊടേണ്ടതുപോലെ തൊട്ടില്ല. നീ അവനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യരില്ല. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കും. എന്നാൽ യേശു, ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. അവൾ തന്നാലാവത് ചെയ്തു. എന്നാൽ യേശു, ഇവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. അവൾ തന്നാലാവത് ചെയ്തു. പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഇന്ന് വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനും ഈ ചർച്ചിന്റെ പാസ്റ്ററും മറ്റെൻ്റെ സഹപ്രവർത്തകരായ കൂട്ടുവിലക്കാരുമായ എല്ലാവർക്കും വന്ദനം. കോശായൻ
അധ്വാനിക്കുന്നത് പോലെ അധ്വാനിക്കുന്ന ഉപദേശിമാർ കുറവാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ ഭൂമിയിലൊന്നും സ്വന്തമായി നേടാതെ കർത്താവിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രായവും ക്ഷീണവും നോക്കാതെ കഠിനാധ്വാനം ചെയ്യുന്ന ആ ദൈവമനുഷ്യനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഈ കൺവെൻഷൻ തുടങ്ങി ചില കാലം കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാ യോഗങ്ങളിലും ഞാൻ വന്ന് പങ്കെടുക്കാറുണ്ട്. ആദ്യ സമയങ്ങളിൽ ഈ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ആളായിരുന്നു. ഇപ്പോൾ ട്രെൻഡ് ഒന്ന് മാറി, കൺവെൻഷന്റെ സ്ഥിതികൾക്ക് മാറ്റം വന്നു. സൂമുണ്ട്, ടെലിവിഷനുണ്ട്, ഓൺലൈനുണ്ട്. ഇങ്ങനെ ആളുകൾ പല വഴിക്ക് ചിതറിപ്പോയി. ഇപ്പൊ ഈ സമയത്ത് ഓൺലൈനിൽ 4-5 കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗംഭീരമായ യോഗങ്ങൾ. അതിലൊരെണ്ണത്തിൽ ഞാൻ ഇന്നലെ കർത്താവിന്റെ കൃപയാൽ വചനം ശുശ്രൂഷിച്ചു. നാളെ മറ്റൊരിടത്ത് പോകുന്നു, അവിടെയും ലൈവുണ്ട്. അങ്ങനെ വരുമ്പോൾ 4-5 ഒന്നും അല്ല, ഒത്തിരിയുണ്ട്. അപ്പോൾ ഒത്തിരി പേര്, 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ ലൈവിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൻ്റെതായ കുറവുകൾ പന്തലുകളിൽ സംഭവിക്കാം. മറ്റൊരു കാര്യം പറയാം. അതുകൊണ്ടാണോ എന്താണോ ലോക്കൽ സഭകൾക്ക് ഇപ്പോൾ കൺവെൻഷൻ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നാൽ കോശി പാസ്റ്ററുടെ ചർച്ചിൽ, ഫെയ്ത്ത് സെന്ററിൽ കൺവെൻഷൻ ഇതുവരെയും മുടങ്ങിയിട്ടില്ല. മിക്ക സ്ഥലങ്ങളിലും ഒരു സെൻട്രൽ കൺവെൻഷൻ കാണും. ബാക്കിയെല്ലാം വെട്ടിച്ചുരുക്കി പോയി. അതിന് പല കാരണങ്ങളുണ്ട്. മുമ്പേ പറഞ്ഞതെല്ലാം ഒരു കാരണമാണ്. അത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം മുറ്റത്ത് കൺവെൻഷനുകൾ ക്രമീകരിച്ചു. 12-13 കൺവെൻഷൻ നടത്തി. സെൻട്രൽ കൺവെൻഷൻ ചെറിയ തോതിലും നടത്തി. ഓരോ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് കാര്യങ്ങളെ ചിന്തിച്ച് ചെയ്യണം. സുവിശേഷം മറ്റുള്ളവർ കേൾക്കാൻ ഇപ്പം നല്ലത് മുറ്റത്ത് കൺവെൻഷനാണ്. കാരണം ആ മുറ്റത്തിന്റെ ഉടമസ്ഥന് നാട്ടുകാരുമായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എങ്കിലും വരും. ചിന്തിക്കാവുന്ന കാര്യമാണ്, ചെലവും കുറവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തോമസ് നൈനാൻ പാസ്റ്ററെയും കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ പ്രിയ മകൾ ഈ ആരാധന നയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ കോശാൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങുമ്പോൾ പാട്ടിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ആളോട് ചോദിച്ചു, തോമസ് നൈനാൻ പാസ്റ്ററുടെ മോളാണോ പാടുന്നേ? അല്ലെങ്കിൽ പെർസിസ് ജോൺ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാവുന്നത്. ആ കുട്ടിക്ക് ദൈവം കൊടുത്ത അഭിഷേകമുള്ള ശബ്ദം അത് യുണീക്കാണ്, അത് പ്രഷ്യസ് ആണ്. വെറുതെ ഒച്ച വെക്കുന്നതല്ല, അതൊരു അഭിഷേകത്തിന്റെ ശബ്ദമാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ, മര്യാദയ്ക്ക് ജീവിക്കുകയും മാതൃകയോടെ ജീവിക്കുകയും മാന്യമായ വസ്ത്രം ധരിക്കുകയും ചെയ്തിട്ട് അഭിഷേകത്തോടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ വിശേഷാൽ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ ജോൺസനെ നിങ്ങൾക്കറിയാം. വളരെ ചെറുപ്പത്തിലെ ഒരു ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ ചികിത്സ കുറവുകൊണ്ട് ഒരു കൈ നഷ്ടപ്പെട്ടു പോയ ആ മകൻ, ആ മാനക്കേട് ആരെയും കാണിക്കാതെ ഒരു കൈ പോക്കറ്റിലിട്ടുകൊണ്ട് പാട്ടുപാടുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് തെറ്റിദ്ധാരണ തോന്നി. ഗമ കാണിക്കുകയാണോ എന്നോർത്തു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ സഹോദരൻ എന്താ ഇങ്ങനെ കൈ പോക്കറ്റിലിട്ടുണ്ട്? പവർ വിഷനിൽ വെച്ച് ഞാനത് പരസ്യമായിട്ട് തിരുത്തി. അത് ലോകം മുഴുവൻ കണ്ടു. ഗമ കാണിച്ചതല്ല. നമ്മിൽ പലരെ പോലെ 2 കൈയും
ഉയർത്തി വീശാൻ കഴിയാത്ത ഒരു യൗവനക്കാരനാണ്. എന്നിട്ടും കർത്താവിനെ മറക്കാതെ പിറുപിറുക്കാതെ പാടാൻ ദൈവം തന്നെ ഉപയോഗിക്കുന്നു. എത്ര മനോഹരമായ ഗാനങ്ങൾ! ഈ ടീമിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരെ ആരും ഓർക്കാറില്ല. അവരുടെ അധ്വാനമാണ് പാട്ടിനെ മികച്ചതാക്കുന്നത്. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവദാസന്മാർക്കും വന്ദനം. എല്ലാ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും വന്ദനം. ദൂരത്തു നിന്ന് ഞങ്ങളെ കേൾക്കുന്നവർക്ക് വന്ദനം. ഇന്നത്തെ ദൂതിന്റെ പേര് ഡു ദ മാക്സിമം ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി കുറച്ചുകൂടെ നന്നായി പ്രവർത്തിക്കുക. കർത്താവിന് വേണ്ടി ഏറ്റവും നല്ലത് കൊടുക്കുക, ഏറ്റവും നല്ലത് ചെയ്യുക. ഡു ദ മാക്സിമം. ഇതാണ് ഇന്നത്തെ സന്ദേശം. ഡു ദ മാക്സിമം ഫോർ ദ ലോർഡ്. ഇപ്പൊ വായിച്ചിടത്ത് അങ്ങനെയുള്ള ഒരു സഹോദരിയെ കാണാം. കർത്താവ് അവളെക്കുറിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ പറയുകയാണ്, അവൾ തന്നാൽ ആവത് ചെയ്തു. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി എന്നെ നോക്കിയിട്ട്, നിങ്ങളെ നോക്കിയിട്ട് കർത്താവ് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നെ നോക്കിയിട്ട്, നിങ്ങളെ നോക്കിയിട്ട് കർത്താവ് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എൻ്റെ മകളുടെ ഫാദറിലോട് ജ്യേഷ്ഠൻ ഒരു സഹശുശ്രൂഷകനായിരുന്നു ഏഴോലി IPC ചർച്ചിലെ. അദ്ദേഹം ആക്റ്റീവാണ്. തന്നെ വണ്ടി ഓടിച്ചെല്ലായിടത്തും പോകും. എന്നാൽ മിനിഞ്ഞാന്ന് രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റില്ല. നാളെ അടക്കമാണ്. 70 കൂടുതൽ പ്രായമുണ്ട്. എനിക്കും നാളെ ആ അടക്കത്തിന് പോകണം. ആ പിതാവ് ഇപ്പോൾ അവിടെ എത്തി. നമ്മൾ കാത്തിരിക്കുന്ന സ്ഥലത്തെത്തി. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ എത്തി. കർത്താവ് ഇപ്പൊ പറയത്തില്ല, പിന്നെ ആ പറയുന്നതെങ്കിലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ഭാവന, മാത്തുക്കുട്ടി, നീ നിന്നാലാവത് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊരു വാക്ക് മാത്തുക്കുട്ടി ചായന്റെ മുഖത്ത് നോക്കി കർത്താവ് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം പോണതാരാന്നറിയില്ലല്ലോ. എന്തെങ്കിലും കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി ചെയ്യാനുണ്ടെങ്കിൽ 2026 ചെയ്യണം കേട്ടോ. ഈ സഹോദരി എന്താ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഈ സഹോദരി ചെയ്തത് ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡ മാംസി തൈലവുമായി വന്നു. ഭരണി തുറന്നു എന്നല്ല, ഭരണി പൊട്ടിച്ചു, തലയിലൊഴിച്ചു. അവൾ വന്നു, അവൾ വിലയേറിയ ഒരു സാധനം കൊണ്ടുവന്നു. അതിലൊരു തുള്ളി പോലും അവൾക്ക് വേണ്ടി, അവളുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാതെ ആ പാത്രം പോലും ഉടച്ചു. പൊന്നു കർത്താവിന്റെ തലയിൽ കൊഴിച്ചു. അതൊഴുകി ഒഴുകി ഒഴുകി ഉടുപ്പിലൂടെ ഒഴുകി, കാലിലൂടെ ഒഴുകി. ആ വീട് മുഴുവനും സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. എന്തെങ്കിലും കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി ചെയ്യാൻ ഇന്ന് രാത്രിയിലെ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ഒന്നും ബാക്കി വെക്കല്ലേ. ഈ കൽഭരണിയെ നിന്റെ ദേഹം, നിന്റെ ശരീരമായിട്ട് കൂട്ടിക്കേ. നിന്നെ മുഴുവനായിട്ട് കർത്താവിന് കൊടുക്ക. അതിൽ നിന്നൊഴുകി വരുന്ന പ്രാർത്ഥന, ശബ്ദം, സ്നേഹം എല്ലാം അവന് കൂടെ അവന്റെ കാൽക്കൽ ഇട്.
അവനെ കണ്ടാൽ നമുക്കൊന്നും പിന്നെ തിരിച്ചു കൊണ്ടാൻ തോന്നത്തില്ല. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നുവോ, വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പ്രിയപ്പെട്ടവരെ, ശാന്തമായി നിങ്ങൾ ഈ വചനത്തെ ഒന്ന് ധ്യാനിച്ചേ. വിലയേറിയ തൈലമെന്ന് എഴുതിയിരിക്കുന്നു. അതിലൊരു ഇച്ചിരി ഒഴിച്ചിട്ട് ബാക്കി കൊണ്ടുപോയാലൊന്നും ആരും അറിയത്തില്ല. അവൾ ആ പാത്രം പോലും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവളത് പൊട്ടിച്ചു. ഹല്ലേലൂയ. അവിടെ ചിലർ തൈലത്തിന്റെ ഈ വെറും ചിലവ് എന്തിനാ, ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് ഉള്ളിൽ നീരസപ്പെട്ടു. ഹോ, ഒന്നും ചെയ്യുകയുമില്ല, ചെയ്യിപ്പിക്കുകയില്ലാത്ത ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞാൽ വിഷമം തോന്നരുത്. ഇവിടെ ഇല്ലെന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. ഉണ്ടെങ്കിൽ തിരുത്തിക്കോണം. ഒരു ചെറുപ്പക്കാരൻ ഉറക്കെ ഹല്ലേലൂയ പറയും. അവന് ആലയത്തിന്റെ പുറകുവശത്തോട്ട് ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന 50 വയസ്സ് കഴിഞ്ഞ ഒരു മൂപ്പൻ, ഒത്തിരി പ്രായമൊന്നുമില്ല, അവിടെ എന്നാ വലിയ ഒച്ച കേട്ടെ എന്നാ ചെറുക്കനോട് ചോദിക്കുക. അതോടുകൂടി അവന്റെ ഹല്ലേലൂയ നിന്നുപോയി. ഒന്ന് കൈകൊട്ടിയാൽ, ഒന്ന് തുള്ളിച്ചാടിയാൽ അവരെ ബത്സിക്കുന്നവര് നമ്മുടെ ഇടയിലുണ്ടോ? ഉണ്ടോ? ഉണ്ടാകരുത്. അവരെ എൻകറേജ് ചെയ്യണം. എന്തിനാ ഈ ശബ്ദം? ശബരിമലയ്ക്ക് പോകുന്നവരുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? മുദ്രാവാക്യം വിളിക്കുന്നവരുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ പറയുന്നവരുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? പറ്റുമെങ്കിൽ മുഴു ശബ്ദത്തിൽ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി കർത്താവ് പറയണം, അവൻ അവന്റെ ശബ്ദം മുഴുവനും എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ പിണങ്ങരുത്. ഞാൻ ആദ്യം പറഞ്ഞ വാചകങ്ങളിൽ ആർക്കെങ്കിലും വിഷമം വന്നെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിതൃ തുല്യൻ എന്ന് ചിലർ പറയുന്നത് അങ്ങനെ ഒന്ന് ചിന്തിച്ചോണ്ടല്ല, സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് അതുപോലും ഭൂമിയിൽ ആരെക്കുറിച്ചും പറയാൻ മേലെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തെറ്റിദ്ധരിക്കരുത്. Praise the Lord. Praise the Lord. ഒരു 30 കൊല്ലം മുമ്പ്, അല്ല 35 കൊല്ലം മുമ്പ്, എന്റെ ഒരു സഹപാഠി എന്നോട് പറഞ്ഞു, ഇത്രയും ഒച്ചയെടുക്കരുത്. ഞാൻ ചോദിച്ചാ എന്താ? നമുക്ക് നാളെയും പ്രസംഗിക്കേണ്ടതാ. നമ്മുടെ തൊണ്ട പോയാൽ നമ്മുടെ ജീവിതം പോയി. എന്നോട് പറഞ്ഞതാ. ഞാനൊന്ന് ഞെട്ടി. അവൻ പറഞ്ഞതാണോ ശരി, ഞാൻ ചിന്തിക്കുന്നതാണോ ശരി? ഞാൻ എങ്ങനെയാ ഇന്നുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയോ? നാളെ ഒരു യോഗം ഇല്ല, നാളെ ഒരു അവസരം ഉണ്ടേലല്ലേ ഉള്ളൂ. കാലെ കുത്തി നിന്നിട്ട് വേണ്ടേ ഒച്ച വെക്കാൻ? ജീവൻ ഉണ്ടേലല്ലേ പറ്റുള്ളൂ. ഈ ഒരൊറ്റ പ്രസംഗമേ ഉള്ളെങ്കിൽ അതെന്റെ ദൈവത്തിന് പ്രസാദമായിരിക്കണം. ഹല്ലേലൂയ. ഇനി ഞാൻ പറയുമ്പോ സങ്കടത്തോടെ പറയാ, എന്നെ ഉപദേശിച്ചയാള് എന്നേ പ്രസംഗം നിർത്തി. ഒരു പണിയില്ല ഇപ്പൊ. ഞാനൊന്നും ബാക്കി വെച്ചില്ല. ഞാൻ ആരാധിക്കാൻ അവസരം കിട്ടിയാൽ മുഴുശക്തിയോടെ ആരാധിക്കും.
ഹല്ലേലൂയ. പ്രസംഗിക്കുകയാണെങ്കിൽ D.L. മോഡി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇന്നലെ മരിച്ചു, ഇന്ന് ഉയർത്തു, നാളെ മടങ്ങി വരും. ഇത് പതുക്കെ പറയാവുന്ന കാര്യമല്ല. ടേക്ക് ഇറ്റ് ഈസി അല്ല, ഇത് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതാണ് ഇത്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഒന്ന് കരങ്ങളടിച്ച് അല്പനേരം ഒന്ന് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചേ. ഒന്ന് വിട്ടുകൊടുത്തൊന്ന് ദൈവത്തെ ആരാധിച്ചേ. ഈ അന്തരീക്ഷത്തിന്മേൽ ഒരു ജയമുണ്ടാകട്ടെ. കർത്താവ് അത് കേട്ടുകൊണ്ടിരുന്നു. ഈ നന്മ ചെയ്യാതെ ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഈ കൂട്ടരെ നോക്കി യേശു പറയുക, അവളെ വിടുവീൻ. അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്താ? ഇന്ന് രാത്രി ഓർത്തോ, നിന്റെ ഭാഗത്താ യേശു. നിന്റെ ഭാഗത്താ യേശു, വിമർശകരുടെ ഭാഗത്തല്ല. തന്നാലാമത് ചെയ്യുന്നവരുടെ ഭാഗത്താ യേശു. ചെയ്തതിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പാ. ചെയ്യാത്തവർക്ക് കുറ്റമില്ലല്ലോ, ചെയ്തവർക്കല്ലേ കുറ്റമുള്ളൂ. ചിലർ എന്നോട് പറഞ്ഞു, നന്നായിട്ട് കൈയടിച്ചാൽ കുറ്റം പറയുന്ന ആളുകൾ സഭയിലുണ്ട്, അന്യഭാഷ ഉറക്കെ പറഞ്ഞാൽ മുഷിയുന്ന ആളുകളുണ്ട്. നീ അതൊന്നും കണ്ട് കുടുങ്ങരുത്, നീ അതൊന്നും കണ്ട് കുലുങ്ങരുത്. നിന്നെ രക്ഷിച്ചത് യേശുവാ. ഇന്ന് രാത്രി ആ കെട്ട് ഞാൻ അഴിക്കുക. ആരാധനയുടെ സ്വാതന്ത്ര്യം ദൈവസഭയിൽ വീണ്ടും വെളിപ്പെടട്ടെ. ഓ ജീസസ്. യേശു വത്സിച്ചു, ശാസിച്ചു. അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലയോ ചെയ്തത്? ദരിദ്രർ നിങ്ങൾക്കെല്ലാം ഇപ്പോഴും ഉണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുന്നില്ല. അവൾ തന്നാലാവത് ചെയ്തു. അവളുടെ പ്രവൃത്തിയെ പറ്റി കർത്താവ് പറഞ്ഞതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ചില കാര്യങ്ങൾ നമ്പറിട്ട് പറയാം. ഒന്ന്, അവൾ ടൈമിൽ ചെയ്തു. കാരണം നാളെ അവസരമില്ല, യേശു മരിക്കാൻ പോവാ. അവൾ ഓൺ ടൈമായിരുന്നു. അവൾ വൈകിയുമില്ല, നേരത്തെയുമില്ല, അവൾ ടൈമിൽ ചെയ്തു. രണ്ട്, ഏറ്റവും നല്ലത് ചെയ്തു. കർത്താവ് പറയാം, നല്ല പ്രവൃത്തി. മൂന്ന്, ആവത് ചെയ്തു, മാക്സിമം ചെയ്തു. നാല്, അവൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തു. എന്റെ ശവസംസ്കാരത്തിന് വേണ്ടിയാണെന്ന് ഓർത്തോ. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാത്തവരുണ്ട്, ഇന്നലെ ചെയ്യേണ്ടത് ചെയ്യാത്തവരുണ്ട്. നാളെ കണ്ടുകൊണ്ട് അവൾ ചെയ്തു. അവൾ അഡ്വാൻസ്ഡ് ആയിരുന്നു. ചെറുപ്പക്കാർ ഒരു കുറച്ചു പേര് ഇവിടെ ഇല്ലേ? നിങ്ങൾ അഡ്വാൻസ്ഡ് ആവണം. നിങ്ങളുടെ ഫോണൊന്ന് എടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾ അഡ്വാൻസ്ഡ് അല്ലേ? നിങ്ങളുടെ ആപ്ലിക്കേഷൻ അഡ്വാൻസ്ഡ് അല്ലേ? നിങ്ങൾ കർത്താവിന് വേണ്ടി അഡ്വാൻസ്ഡ് ആയിരിക്കണം. ഏറ്റവും നല്ല രീതിയിൽ പാടണം, ഏറ്റവും നല്ല സിസ്റ്റം ഉപയോഗിക്കണം. അവൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തു.
4 കാര്യം ഓൺ ടൈം, കൃത്യസമയത്ത് അവൾ ചെയ്തു. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന വൈകി പോകരുത് കേട്ടോ, വൈകി പോകരുത്. പ്രേരണ കിട്ടിയ അപ്പ ചെയ്തോണം. എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ, അനുഭവങ്ങൾ പറയാനുണ്ട്. കൊച്ചു കൊച്ചു കാര്യത്തിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ടത്. അത് ഉള്ളിൽ തോന്നിയ അപ്പ ചെയ്തോണം. പിന്നെ നിന്നെ കൂടി ചെയ്യാനും പറ്റിയല്ല, സ്വീകരിക്കാനുള്ള ആൾ ഇവിടെ കാണത്തുമില്ല. അവൾ ഓൺ ടൈം ആയിരുന്നു. അവൾ ഏറ്റവും നല്ലത് ചെയ്തു, അവൾ മാക്സിമം ചെയ്തു, അവൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തു. കർത്താവിന് വേണ്ടി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണേ എന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഓർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കാല് വയ്യാതെ 1 കൊല്ലം ഇരുന്നു, ഒറ്റ കൊല്ലം ഇരുന്നു. ഞാനൊരു കാര്യം കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ, എനിക്ക് ഈ കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും തൃപ്തിയല്ല, എനിക്ക് താഴെ ഇരുന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഉള്ളിൽ കർത്താവ് പറഞ്ഞ് താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ താഴെ ഇരിക്കരുത്? ഡോക്ടർ അല്ലെന്ന് ഈ നാട്ടുകാരാന്നേ പറയുന്നത്. അനങ്ങരുത്, നീങ്ങരുത്. ഞാൻ താഴെ പായിട്ട് അവിടെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. മുട്ടുകുത്തിക്കും, ഡോക്ടറോട് ചോദിക്കണ്ട, ധൈര്യമായിട്ട് മുട്ടുകുത്തിക്കും. അപ്പൊ എനിക്ക് നടക്കാനേ ബുദ്ധിമുട്ടുള്ളൂ, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഇതൊക്കെ പറ്റുമ്പം ചെയ്തോണം, ഓൺ ടൈം ആയിരിക്കണം. നാളെ നിനക്ക് മുട്ടുകുത്താൻ പറ്റിയില്ലെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. നാളെ നിനക്ക് സ്തോത്രാഴ്ച ഇടാൻ പറ്റിയില്ലെന്ന് വരാം. നാളെ നിനക്ക് കൺവെൻഷനൊരു സംഭാവന കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരാം. നാളെ നിനക്ക് ഒരു ദൈവദാസനെ വീട്ടിൽ വിളിച്ച് ഒരു ട്രീറ്റ് കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരാം. ഇപ്പൊ ചെയ്തോണം, ഇപ്പൊ ചെയ്തോണം, പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. അവൾ കൊടുത്തത് 300 രൂപയുടെയാണ്. 300 രൂപയുടെ രൂപയല്ല കേട്ടോ, രൂപയല്ല, ദർഹമാണ്, ദിനാറാണ്. അന്നത്തെ കണക്ക് വെച്ചെടുത്താൽ 1 വർഷത്തെ ഒരു പുരുഷന്റെ കൂലി. അത് ഒരു മനുഷ്യൻ 1 ദിവസത്തേക്ക് 1 വെള്ളിക്കാശ കൂലി. 300 വെള്ളിക്കാശ് കൂട്ടിക്കോ. ആ, 1 ദിവസം 1000 രൂപയായിട്ട് കൂട്ടി. ഇന്നത്തെ പുരുഷന്മാരുടെ ശമ്പളം അത്രയുണ്ട്. 300 ഗുണം 1000, അത്രയും രൂപയുടെ പെർഫ്യൂമാണ് അവിടെ പൊട്ടിച്ചത്. 2024 30,000 രൂപ കർത്താവിന് വിലയ്ക്ക് വേണ്ടി കൊടുത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓ, ഇവിടെ ഇപ്പൊ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമുള്ള സ്ഥലമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സ്തോത്രം. അവൾ തന്നാൽ ആവത് ചെയ്തു. ഞാൻ ഇന്നത്തെ നമ്മുടെ സമയം തീരുന്നതിന് മുമ്പ് ഞാൻ ചിലരെയും കൂടെ ചൂണ്ടിക്കാണിക്കാം. അതേ പുസ്തകത്തിന്റെ 12-ാം അധ്യായം 44-ാം വാക്യം, മാക്സിമം ചെയ്ത മറ്റൊരാള്. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു. എല്ലാവരും സ്തോത്രകാഴ്ച ഇട്ടപ്പോൾ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു. ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ട് എന്ന് അവരോട് പറഞ്ഞു. ആമേൻ, 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 ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കർത്താവ് പറഞ്ഞു കേട്ടോ, അവൾ ഇട്ടത് ഇല്ലായ്മയിൽ നിന്നാണ് ഇട്ടത്, ഉപജീവനം മുഴുവൻ ഇട്ടു. നിങ്ങൾ പറ, ചെറിയ നോട്ടാണെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കും, ആരും കാണാതിരിക്കാൻ. ശരിയാണോ? ഈ കാലത്ത് 5-ന്റെ നോട്ട് ഇടുന്ന ഒരു കുറവാണ്. എന്നാ ഇല്ലെങ്കിൽ എന്നാ ചെയ്യാനാ? ഇല്ലെങ്കിൽ അത് ഇട്ടു. അപ്പൊ നമുക്ക് തന്നെ ഒരു മോശം. അപ്പൊ ഇങ്ങനെ പിടിക്കും. പക്ഷെ 500-ന്റെ ഇടുന്നെങ്കിലോ ഇങ്ങനെ പിടിക്കും. അതിനും കുഴപ്പമൊന്നുമില്ല, കാരണം കാണുന്നവർക്ക് ഒരു സന്തോഷമാവട്ടെ, അവരും ഇടട്ടെ. ദാരിദ്ര്യം ഒരു ശാപമാട്ടോ. ദാരിദ്ര്യം ഒരു ഭയങ്കര കഷ്ടകാലമാണ്. ഒന്ന് മനസ്സ് തുറന്ന് സ്തോത്രാഴ്ച ഇടാൻ പറ്റാത്ത എത്ര പേരുണ്ടെന്നറിയോ? അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഞാൻ
ഈ കഴിഞ്ഞ കൊല്ലം തൊട്ട് സഭയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ വിശ്വാസികൾക്കും സമൃദ്ധി ഉണ്ടാകാൻ. ഇപ്പൊ പ്രോസ്പെരിറ്റി ആണെന്ന് ചോദിച്ചാൽ എന്ത് വേണേ വ്യാഖ്യാനിച്ചു. ദൈവമക്കളുടെ കയ്യിൽ പണം ഉണ്ടായില്ലെങ്കിൽ അവരുടെ മുഖം വാടിപ്പോവും. സഭയുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. ദൈവമക്കൾക്ക് സമ്പത്ത് വർദ്ധിക്കണം, പക്ഷെ ദൈവത്തിലുള്ള ആശ്രയം പോകരുത്. നമ്മുടെ ആളുകൾ ദരിദ്രരാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടോ? ഇല്ല. സമ്പന്നരാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മീയത്തിലും ഭൗതികത്തിലും. ഇവിടെ ഒരു മാതാവ് നോക്കിയേ, ഒന്നവൾ വിധവയാണ്, രണ്ടവൾക്ക് വരുമാനമില്ല, 3 ഉള്ളത് മുഴുവൻ ഇട്ടു. ഇപ്പൊ കർത്താവ് എവിടെ നോക്കിയെന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? പേഴ്സിലേക്ക് നോക്കി, വാനിറ്റി ബാഗിലേക്ക് നോക്കി, പോക്കറ്റിലേക്ക് നോക്കി. പാത്രത്തിൽ വീണതേ നമ്മൾ കാണത്തുള്ളൂ, പേഴ്സിലിരിക്കുന്നത് ദൈവം കാണും. കർത്താവ് അവിടെ ഇരുന്നുകൊണ്ട് പറയുക, അവൾക്കിനിയും 0 ബാലൻസ് ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം അവൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന. നിന്നെ നോക്കിയിട്ട് കർത്താവ് പറയട്ടെ, അവൻ ആവത് ചെയ്തു. ഞാൻ ഇത്രയും ദൂരം വന്നതുകൊണ്ട് നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്. എത്ര രൂപ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി 2024 കൊടുത്തു? കൈപൊക്കണ്ട. 1 ലക്ഷം കൊടുത്തവർ എത്ര പേരുണ്ട്? അതിന് മുകളിലുള്ളത് വേണ്ട, ചിന്തിക്കണ്ട. 1/2 ലക്ഷം കൊടുത്ത എത്ര പേരുണ്ട്? എന്റെ സമീപത്തുള്ള ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിൽ പോകുന്ന ഒരു സഹോദരൻ വചനപ്രഭാതം കേൾക്കുമ്പോഴെല്ലാം 10 രൂപ 20 രൂപ കൊണ്ടുവന്നൊരു കുടുക്കലിടും. പോരാത്തവും കൂടെ ഇട്ട് 10,000 രൂപ 2024 ഡിസംബർ 30 വീട്ടിൽ കൊണ്ടുവന്നു. ഇത് വചനപ്രഭാതത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പൗരുഷന് കൊടുത്തേക്കാൻ പറഞ്ഞു. ഒരു സാധാരണ ലേബറാണ്, 10,000 റുപ്പീസ്. മക്കളോട് പറഞ്ഞു കിട്ടുന്ന പോക്കറ്റ് മണി മാറ്റിവെക്കാൻ പറഞ്ഞു. 2 ആൺകുട്ടികൾ അവരുടെ പോക്കറ്റ് മണി കൊണ്ടുവന്നു. മൂത്തവൻ്റെത് 5,000, ഇളയവൻ്റെത് 6,000. ഒരു സാധാരണപ്പെട്ടവന്റെ വീട്ടിൽ നിന്ന് ഈ വർഷം എത്ര രൂപ വേലയ്ക്ക് കൊടുത്തു? പ്രൈസ് ദി ലോർഡ്. ഇതിന് കണക്കുണ്ട്. കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, അവൾ തനിക്കുള്ളത് മുഴുവനും വിട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാർക്ക് വേണ്ടിയല്ല ഇത് പറയുന്നത്. ഭാരതത്തിന്റെ സുവിശേഷ വേല വളരെ വലുതാണ്. ഭാരതത്തിന്റെ സുവിശേഷ വേല വളരെ വലുതാണ്. തിരുവല്ലയിൽ നിന്നൊരു ആന്റി എന്നെ വിളിച്ചു. പാസ്റ്റർ എപ്പോഴും നോർത്ത് ഇന്ത്യയുടെ കാര്യം പറയുമല്ലോ. ഞാനൊരു ചെറിയ പൊതി മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് വന്ന് കളക്ട് ചെയ്യാവോ? ഞാനത് കളക്ട് ചെയ്തു. ആ ചെറിയ പൊതി എത്രയായിരുന്നറിയാവോ? 1 ലക്ഷം രൂപ. ഞാനത് തക്ക സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് ബില്ല് മേടിച്ചു കൊടുത്തു. ഈ ഒരു വർഷം നീ എന്ത് ചെയ്തു എന്ന കണക്കെടുക്കണം. ദൈവം നന്മ ചെയ്തു എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ കർത്താവ് നിന്നെ നോക്കിയിട്ട് പറയണം, തനിക്ക് അവൾക്കുള്ളതിൽ നിന്ന്, അവനുള്ളതിൽ നിന്ന് അവൻ മാക്സിമം കൊടുത്തു. ഒരു സ്കാനിങ്ങിന് 16,000 രൂപ. ഒരു ചെറിയ സർജറി വന്നാൽ 1 ലക്ഷം രൂപ. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ശുശ്രൂഷകന്റെ തോള് ഒന്ന് ചെറുതായിട്ട് തെന്നിയതാ. അതങ്ങ് നിസ്സാരമാണെന്ന് വിചാരിച്ചു. 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞു. വേദന സഹിക്കാൻ മേലുണ്ടായി. 4 ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ കോയമ്പത്തൂർ സർജറി കഴിഞ്ഞ് കിടക്കുക. അത് ലക്ഷങ്ങളിലേ പോകത്തുള്ളൂ, ലക്ഷത്തിന് താഴെ നിൽക്കത്തില്ല. ഇതാണ് ഈ ഭൂമിയിലെ നമ്മുടെ ചെലവ്. ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കർത്താവ് നോക്കിയിട്ട് പറയുകയാണ്, അവൾ തന്നാൽ ആവത് ചെയ്തു, അവൾ തനിക്കുള്ളത് മുഴുവൻ ചെയ്തു. ഞാൻ 3-മതൊരാളെ കാണിക്കാം. സ്തോത്രം 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 സ്തോത്രം. ലൂക്കോസ് 1-ാം അധ്യായം 26 മുതൽ 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു.
ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മതി. മാക്സിമം നന്നായി കർത്താവിനെ കേൾക്കുക. ഇതാണ് മൂന്നാമത്തെ ദൂത്. 28 വാക്യം മുതൽ ദൂതൻ സംസാരിക്കുകയാണ്. അവൾ ഇടയ്ക്ക് കയറി ഒന്നും ചോദിക്കാതെ 100% ലോജിക്ക് അല്ലാത്ത കാര്യം, നടക്കാൻ പാടില്ലാത്ത കാര്യം, നടക്കാത്ത കാര്യം, ലോകത്തിൽ ഒരിടത്തും നടന്നിട്ടില്ലാത്ത കാര്യം ഒരു യൗവനക്കാരിയോട് ഒരു ദൂതൻ ഇങ്ങനെ പറയുക. അവൾ നന്നായിട്ട് കേട്ടത് കൊണ്ടാണ് അവൾ നന്നായിട്ടൊരു സംശയം ചോദിച്ചത്. അവൾ ചോദിച്ചെന്താണെന്നറിയാമോ? ഇതെങ്ങനെ സംഭവിക്കും? ഇത് സംഭവിക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ വിവാഹിതയല്ല. ക്ലിയറായിട്ട് കേട്ടു ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ. ഞാൻ ഒരു സഭാശുശ്രൂഷകൻ എന്ന നിലയിൽ 43 വർഷം കഴിഞ്ഞതുകൊണ്ട് എനിക്കറിയാം പലരും പകുതിയെ കേൾക്കുന്നുള്ളൂ. പലരോടും ഞാൻ യോഗം കഴിയുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, എന്തായിരുന്നു ഇന്നത്തെ സന്ദേശം? പലരും ഓർക്കുന്നില്ല എന്ന് പറയുന്ന കേൾക്കാം. നന്നായി കേൾക്കുന്നവർ വളരെ കുറവാണ്. എന്നാൽ മേരിയെ നിങ്ങൾ നോക്ക്, ക്ലിയറായിട്ട് കേട്ടു. അതുകൊണ്ടാണ് ദൂതനോട് പറഞ്ഞത്, ഈ കാര്യം നടക്കാൻ പാടില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പറയാനുള്ള ദൂത് ഇതാണ്: നന്നായി കേൾക്കുക. അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേസനേക്കാളും നല്ലത്. കുറച്ചുകൂടെ കർത്താവിനെ കേൾക്കുക. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. കുറച്ചുകൂടെ കർത്താവിനെ കേൾക്കുക. കണ്ണടച്ച് കൈമലർത്തി ഏതെങ്കിലും ഒരു ചുവരെ ചാരി രാവിലെ കുറച്ചേരം ഒന്ന് ഇരുന്ന് നോക്ക്. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. ഒരു നിയോഗത്തിന് വേണ്ടി, ഒരു ദൈവശബ്ദത്തിന് വേണ്ടി ബൈബിൾ തുറന്നു പിടിച്ച് കുറച്ച് വായിക്കുക, കുറച്ച് പ്രാർത്ഥിക്കുക, കുറച്ച് ഉയരത്തിലേക്ക് നോക്കുക. നിങ്ങൾ കേൾക്കുന്നവരാകുക. വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം എഴുതിയിരിക്കുന്ന വാക്കാണ് ആത്മാവ് സഭകളോട് പറയുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിൽ അകത്തും പുറത്തും കേൾക്കുന്നവരോട് പറയുന്നു, ഒന്നുകൂടെ യേശുവിനെ കേൾക്കുക. മാക്സിമം അറ്റൻഷൻ ടു ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കേട്ടാൽ ജീവിതത്തിൽ നടന്നിട്ടില്ലാത്തത് നടക്കും, കേട്ടിട്ടില്ലാത്തത് കേൾക്കും, കണ്ടിട്ടില്ലാത്തത് കാണും. നിന്റെ തലമുറ പ്രസിദ്ധമാകും, നിന്റെ ലൈഫ് പ്രസിദ്ധമാകും. ഒന്നുകൂടെ നന്നായിട്ട് കേൾക്കൂ. നിന്റെ തലമുറയുടെ മേൽ അവർണ്ണനീയമായ അനുഗ്രഹങ്ങൾ വന്നു വീഴും. സ്തോത്രം, 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 സ്തോത്രം. 4ാമത്തെ വ്യക്തി, അതും ഒരു സ്ത്രീയാണ്. ലൂക്കോസ് 7:36 മുതൽ 50 വരെ ഒരു പാരഗ്രാഫാണ്.
സമയം ലാഭിക്കാൻ വേണ്ടി വായന കുറയ്ക്കുന്നു. 47 വാക്യം. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അത്രയും മതി. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ഇന്ന് രാത്രി യേശു എന്നെ നോക്കി, താങ്കളെ നോക്കി ഇങ്ങനെ പറയുമോ? അവൻ എന്നെ ഒത്തിരി സ്നേഹിച്ചു, അവൾ എന്നെ. ഒരു റിയലായിട്ടൊന്ന് എടുക്കാമോ? ഒരു പ്രസംഗമായിട്ടല്ല, നിങ്ങളുടെ അടുക്ക വന്നിരുന്ന ഒരു സ്നേഹിതനെ പോലെ ചോദിക്കുക. അങ്ങനെയൊന്ന് എടുത്ത് നോക്കി. കർത്താവ് എന്നെ നോക്കിയിട്ട് പറയുക, അവൻ ഒത്തിരി എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. സ്നേഹിച്ചാൽ വചനമനുസരിക്കും. വാക്യങ്ങൾ അറിയാലോ. യോഹന്നാൻ 14 അധ്യായത്തിൽ 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. സ്തോത്രം, 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 സ്തോത്രം. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഓ, യുണീക്ക്. ആർക്ക് വേണ്ടിയാണെന്നറിയോ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാ. നമ്മളത് സ്നാനപ്പെട്ടവർക്ക് വേണ്ടിയെന്ന് ആക്കരുത് പ്ലീസ്. സ്നാനപ്പെട്ടവർ തന്നെയാണ്, പക്ഷേ ആ വാക്യമൊക്കെ ആർക്കുള്ളതെന്നറിയോ? സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇന്നത്തെ തിന്മ നാളത്തെ നന്മയായി മാറും. ആർക്ക്? സ്നേഹിക്കുന്നവർക്ക്. ഹല്ലേലൂയ. നന്നായി ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ കേട്ടാട്ടെ. കുറച്ചുകൂടി അവനെ സ്നേഹിക്കാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചോടെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാത്തവർ ഈ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ വാണിംഗ് ആണ്. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. എന്താണ് ഒറീസയിൽ കഴിഞ്ഞ ആഴ്ച നടന്നത്? ഞാനൊരു മൈക്കിൽ കൂടി അത് പറയാൻ ലജ്ജിക്കുന്നു. ഒരു യൗവനക്കാരനായ സുവിശേഷകന്റെ കഴുത്തേൽ ചെരുപ്പ് മാലയിട്ടിട്ട് അവനെ എന്തോ വൃത്തികെട്ട സാധനം വായിലേക്ക് തള്ളിക്കയറ്റുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടോ? മനോരമ ഒരു ചെറിയ കോളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഹെൽപ്പ് കൊടുക്കുന്ന, ലീഗൽ ഹെൽപ്പ് കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്. ADF എന്നാണ് അതിന്റെ പേര്. അതിന്റെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന സഹോദരൻ എന്നെ വിളിച്ചു, പാസ്റ്ററെ, സ്ഥിതി വളരെ മോശമാണ്. 250 കേസ് ഇപ്പൊ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ചർച്ചിലേക്ക് വിളിച്ചിരിക്കുക. കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞാലല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഈ കഷ്ടപ്പെടുന്ന മിഷണറിമാരെ കുറിച്ച് ഒന്നും ഓർക്കണ്ടേ? എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണ്ടേ? സ്തോത്രം. സജി എന്ന പേരുള്ള യൗവനക്കാരൻ മഹാരാഷ്ട്രയിൽ വെച്ചുണ്ടായ ഒരു കേസ് നിമിത്തം ദൂരെ പോയി താമസിക്കുകയാണ്. എന്നിട്ട് കേസ് വിളിക്കുമ്പോൾ മോട്ടോർ ബൈക്കേലാ യാത്ര. 50 ഡിഗ്രി ചൂടില് 90 മൈൽ വണ്ടി ഓടിച്ചു പോവുക. അവിടെ ചെല്ലുമ്പോൾ അന്ന് അവധി. തിരിച്ചു പോരുക. ഇവരുടെ കഷ്ടപ്പാട് ആരറിയുന്നു? ഞാൻ കൊതിച്ചുപോയി. അവിടുത്തെ അസംബ്ലിയിൽ ഒരു രക്ഷിക്കപ്പെട്ടവനുണ്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവരെ ഉദ്ധരിക്കുമായിരുന്നല്ലോ. ഒരു വാക്ക് പറയാൻ നമുക്ക് വേണ്ടി ആരുമില്ല. കേരളത്തിലെ ആളുകൾക്ക് വല്ലതും മനസ്സിലാകുമോ പറഞ്ഞ?
ബീഹാറിൽ 16 പേരെ വെറുതെ കസ്റ്റഡിയിലെടുത്തു. ഞാനിത് പോയി കണ്ടയാളായി പറയുന്നേ. ഒരു കാരണവും ഇല്ല, FIR-ഉം ഇല്ല, ഇട്ട് പീഡിപ്പിക്കുക. ആരോ ഒരു നമ്പർ കൊടുത്തു അവിടുത്തെ മിഷണറി ഡോക്ടർ എബിക്ക്. ഈ SP-യുടെ നമ്പറിൽ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ച വഴി അയാൾ പ്രൈസ് ദി ലോർഡ് എന്നാ പറഞ്ഞത്. സാറേ, ഇന്ന സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അദ്ദേഹം ചോദിച്ചു FIR ആയോ? ഇല്ല. ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം നേരിട്ട് അവിടെ വന്നു. സ്റ്റേഷൻ ഇൻചാർജിനോട് ചോദിച്ചു, ഇവരുടെ കുറ്റം പറയാൻ പറഞ്ഞു. ഇവരുടെ കേസ് എന്താ? FIR കാണിക്കാൻ പറഞ്ഞു. ഒന്നുമില്ല. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ജീപ്പനെ അവരെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. എന്തുകൊണ്ടാ? IPS ഉള്ള ഒരു വിശ്വാസി ആ ജില്ലയിൽ ഉണ്ടായിരുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിലാകുമോ നമ്മുടെ ആളുകൾക്ക്? ഈ രാഷ്ട്രീയം കളിക്കാനല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയാണോ ഉദ്യോഗം മുഴുവനും? ഫീൽഡിൽ ആര് പോണു? വേദനയോടെ പറയുക, നമ്മുടെ പിള്ളേർ എവിടെയെങ്കിലും ഒക്കെ 1-2 നിലകളിൽ എത്തണം. ഇന്ത്യയിൽ ഈ സഭ നിലനിൽക്കണമെങ്കിൽ. കർത്താവ് നാളെ വരികയാണെങ്കിൽ ഒരു വിഷയമില്ല. 100 കൊല്ലം മുമ്പ് നാളെ വരുമെന്ന് നമ്മൾ പറഞ്ഞതാ, വന്നില്ല. അതുകൊണ്ട് ഹോളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത്. ഈ സഭ നിലനിൽക്കണ്ടേ? ആലയത്തിനകത്തോട്ട് കയറി അടിക്കുക, നമ്മൾ തിരിച്ചടിക്കുകയല്ലോ. ക്യൂ നിന്ന് വെയിൽ കൊണ്ട് വോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ ഒരാളോടൊന്ന് വിളിച്ചു പറയാൻ വേണം എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കൊറിയൻ പാർലമെന്റിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 20-ലധികം വിശ്വാസികളുണ്ട്. പാസ്റ്റർ പോൾ യോങ്ങിച്ചോയെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. എന്തേ ഇതൊന്നും ഇന്ത്യ നടക്കത്തില്ലേ? ദാനിയേലായിരുന്നല്ലോ ബാബിലോണിന്റെ അഡ്വൈസർ. നമ്മുടെ പിള്ളേരാകുന്നുണ്ടോ? പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറി ബോർഡിൽ ഒരു ബന്ധുക്കോസുകാരനുണ്ടെങ്കിലോ? പക്ഷെ നമ്മൾ ആ ലെവലിൽ ചിന്തിച്ചില്ല. നമ്മുടെ പിള്ളേരെ IPS-നും IAS-നും വിട്ടില്ല. ഈ ബുദ്ധിയൊക്കെ മതി അതും പാസ്സാകാൻ. എഞ്ചിനീയറിംഗ് പാസ്സാകുമെങ്കിൽ, MBBS പാസ്സാകുമെങ്കിൽ അതും പാസ്സാകാം. ഇച്ചിരൂടെ മാറി ചിന്തിക്കണം, ഇച്ചിരൂടെ പവർഫുൾ ആയിട്ട് ചിന്തിക്കണം, ഇച്ചിരൂടെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ത്യൻ സഭ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. 100 കണക്കിന് പേര് പീഡനം അനുഭവിക്കുന്നു, തല്ലുകൊള്ളുന്നു, ആലയങ്ങൾ പൊളിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുക. നിന്നെ നോക്കിയിട്ട് യേശു ഇന്ന് രാത്രി പറയട്ടെ, അവൾ വളരെ സ്നേഹിച്ചല്ലോ. സ്നേഹിക്കുന്നവർ ചിലപ്പോൾ രക്തസാക്ഷിയാവും. സ്നേഹിക്കുന്നവർ കർത്താവിന് വേണ്ടി മരിക്കാനും തയ്യാറാകും. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ മിഷണറിയായി പോകാൻ വിളിക്കുന്നു. എല്ലാ മിഷണറിമാരെ സഹായിക്കാൻ വിളിക്കുന്നു. ഞാൻ ഈ ഫെബ്രുവരിയിൽ കൽക്കട്ടയിൽ അവിടുത്തെ മിഷണറിമാരെ ഒന്ന് കാണാൻ പോവുക. ഞങ്ങൾ 2-3 പേര് കൂടി. അവിടെ ഇപ്പൊ വലിയ കുഴപ്പമില്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് വെച്ച മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു പോയില്ല. കാരണം നമ്മുടെ രൂപം കാണുമ്പോഴേ അറിയാം പെശകാന്ന്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം കൂടെ വായിക്കാം. പറഞ്ഞു, അവർ വക്കോളം നിറച്ചു. പൂർണ്ണ അനുസരണം, മാക്സിമം അനുസരണം. ഇച്ചിരൂടെ കർത്താവിനെ അനുസരിക്കാവോ? ഇച്ചിരൂടെ കർത്താവിനെ അനുസരിക്കാവോ? ഇനിയും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. നമുക്കൊന്നുകൂടെ കർത്താവിനെ അനുസരിക്കാം. ഞാൻ ഇന്ന് ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചിട്ടുണ്ടോ? അനുസരിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് അനുസരിക്കണം. സ്തോത്രം, 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 സ്തോത്രം.
ലിസി ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടൊരു മനുഷ്യൻ എന്നെ വിളിച്ചു. ഇവിടം വരെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു. അന്ന് പോകാൻ പറ്റിയില്ല, പിറ്റേ ദിവസം പോയി. ഞാൻ ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ ബെഡിന്റെ റൂമിന്റെ കഥകൾ എഴുതി വെച്ചിരിക്കുകയാണ്, സ്ട്രിക്റ്റ്ലി പ്രോഹിബിറ്റഡ്. ഞാൻ നിരാശനായി മടങ്ങിപ്പോരുകയാണ്. ഡ്യൂട്ടി നഴ്സിനോട് ഒന്ന് ചോദിച്ചേക്കാമെന്ന് ഓർത്ത് ഞാൻ ചോദിച്ചു. എൻ്റെ പേര് ബാബു ചെറിയാൻ എന്നാണ്. ഇത്ര നമ്പർ റൂമിൽ കിടക്കുന്ന ആളോട് ഞാനിവിടെ വന്നു എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ സ്ത്രീ പറയുക, നിങ്ങളെ കയറ്റി വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കയറി ചെന്നപ്പോൾ ആ മനുഷ്യന്റെ കിടപ്പ് കണ്ട ഇന്നും എനിക്ക് പേടിയാവും. അതുപോലത്തെ അവസ്ഥയിലാണ് കിടന്നത്. നീരങ്ങ് വന്നിട്ട് ഒരു കട്ടിലെ കൊള്ളാതെ വണ്ണം ആള് ഇതായിപ്പോയി. ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല. പുള്ളി ലീഗലി അറിവുള്ളവരെ കൊണ്ടൊരു പേപ്പർ എഴുതിപ്പിച്ചു, എന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുത്. കാരണം പുള്ളിക്കറിയാം പുള്ളി മരിക്കുകയുള്ളൂ. അതുകൊണ്ട് പുള്ളിക്ക് പരിചയമുള്ള ഹോസ്പിറ്റലാണത്. പുള്ളി ഇച്ചിരി സമ്പത്തുള്ള മനുഷ്യനാണ്. അദ്ദേഹം എന്നെ വിളിച്ചതെന്തിനാണെന്നറിയോ? രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല. അദ്ദേഹം എൻ്റെ കയ്യെ പിടിച്ച് ഞെക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും തെറ്റ് ആരോടെങ്കിലും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഉപദേശിക്കണം. എനിക്ക് അത്രയും വലിയ ഡീപ്പ് വെളിപ്പാടില്ല. എനിക്ക് വചനത്തിന്റെ വെളിപ്പാടാണ് ഉള്ളത്. മൈൻഡ് റീഡിങ് എനിക്കില്ല. ഞാൻ പറഞ്ഞു, ബ്രദറെ, കർത്താവ് അങ്ങനെ ക്രൂരനല്ല. കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെന്നോർത്ത് അങ്ങനെ മരിക്കുകയൊന്നുമില്ല. ബ്രദർ സമർപ്പിക്കും, ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ആ മനുഷ്യന്റെ കയ്യെ പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ ഇപ്പൊ 12 കൊല്ലമായി ഇപ്പോൾ ജീവിച്ചിരുന്ന് കർത്താവിന്റെ വേല ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്ത് ഒടുവിലായിട്ട് ഒരു വാക്കൂടെ പറയുന്നു. ഇതെല്ലാം നടന്ന കാര്യം, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. ഞങ്ങളുടെ ദേശത്ത് തന്നെ ഒരു മനുഷ്യന് നനച്ചിരിക്കാത്ത നേരത്തെ ക്യാൻസർ, എന്നേക്കാൾ പ്രായം കുറവാണ്. അത് ഭീകരമായ വേദന. 2 പേരുടെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനെന്ന് അതിശയോക്തിയോടുകൂടെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അത്ര സ്ട്രോങ് ആയ ആളാ. അയ്യോ, അദ്ദേഹം അങ്ങ് കോഴിക്കുഞ്ഞു പോലെ മെലിഞ്ഞു, വാവിട്ട് കരയാണ്. ഒരാളെ കൂട്ടി വണ്ടി ഓടിച്ച് എന്റെ വീട്ടിൽ വന്നു. ഞാനൊരു അക്ഷരം പോലും കൂട്ടാതെ പറയുകയാണേ. ഞാനൊരു കസേരയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം ഈയല് പോലെ വിറയ്ക്കുന്ന മനുഷ്യൻ ഈ തറയിലോട്ട് മുട്ട് കുത്തിയിട്ട് എന്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, ബ്രദറെ, നമ്മൾ ഒരു വഴക്കുമില്ലല്ലോ, എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ഞാൻ പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ, ഈ അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ പോയേനെ. പേടിപ്പിക്കാൻ പറയല്ല, ഞാൻ നേരിട്ട് കണ്ട കാര്യം പറയാ. അപ്പൊ പുള്ളി ആരാന്നറിയോ? മികച്ച സുവിശേഷകനാ. 1 മാസം 10,000 ന്യൂ ടെസ്റ്റ്മെന്റ് വിതരണം ചെയ്യുന്നയാളാ. 10 ലക്ഷം ട്രാക്ട് വിതരണം ചെയ്തയാളാ. ഈ അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നരകത്തിലേ പോകുള്ളൂ. കാരണം ഞാൻ ആരോടും ക്ഷമിക്കാത്ത മനുഷ്യനാണ്. ഞാൻ ഭയങ്കര പിടിവാശിക്കാരനാണ്. ഞാനിപ്പോ അനുദപിക്കുക, നമ്മൾ എവിടേക്കാ പോണേ, എന്തോ നേടാൻ പോണേ. ഇച്ചിരൂടെ അനുസരിക്കാവോ? ഒരു പടിയും കൂടെ. ദൈവാത്മാവ് ഇടപെടാത്ത എന്നാന്നറിയോ? അനുസരിക്കാത്തോണ്ടാ. അവർ വക്കോളം എന്ന് പറഞ്ഞ എന്നാ, ഇനി ഒന്നുമില്ല, അതുപോലെ അനുസരിച്ചു. ഒബേ മാക്സിമം. കണ്ണുകളടയ്ക്കാം. Do the maximum for the Lord. എന്തെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ടോ? എന്തെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ടോ?
ഉണ്ടെങ്കിൽ ഇതതിനുള്ള സമയമാണ്. ഞാൻ ചിലരോടും കൂടെ ക്ഷമ ചോദിക്കും. ഞാൻ ചിലരോട് ക്ഷമിക്കും. ഞാൻ കുറച്ചുകൂടെ പൈസ ദൈവവേലയ്ക്ക് കൊടുക്കും. കഷ്ടപ്പെടുന്ന, പീഡനം അനുഭവിക്കുന്ന, ജയിലിൽ കിടക്കുന്ന, ലോകപ്പിൽ കിടക്കുന്ന ദൈവദാസന്മാരെ ഞാൻ സഹായിക്കും. ഞാൻ കുറച്ചുകൂടെ കർത്താവിനെ സ്നേഹിക്കും. ഞാൻ കുറച്ചുകൂടെ കർത്താവിനെ കേൾക്കും. തീരുമാനം എടുക്കുന്നെങ്കിൽ എടുത്തോളൂ. കൈകൾ ഉയർത്താൻ സന്തോഷമുണ്ടെങ്കിൽ കൈകൾ ഉയർത്തിപ്പിടിച്ചോളൂ. നിങ്ങളുടെ തീരുമാനം കർത്താവ് കാണുന്ന ഞാൻ കാണുന്നില്ല. ഞാൻ കണ്ടിട്ട് കാര്യമില്ലല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.